ടീച്ചർ, നാളെ നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ? പഴമുതിർച്ചോലയിലേക്ക്. ഞാനില്ല കുട്ടികളെ, നിങ്ങൾ പൊയ്ക്കോളൂ. മുരുക താരാസുര സംഘട്ടനം കേട്ടപ്പോ മുതല് ആ സ്ഥലത്തുനിന്ന് പോണമെന്നൊരു ആഗ്രഹം. സ്വന്തം അമ്മ അയച്ചു കൊടുത്ത വേദാസ്ത്രം കൊണ്ട് അസുരനെ കൊന്ന മുരുകന്റെ കഥ. മുരുകന്റെ അമ്മ ആരാന്നറിയോ നിനക്ക്? ബുദ്ധൂസ്, പാർവതി ദേവി, സാക്ഷാൽ പരമശിവന്റെ ഭാര്യ, ഗണപതിയുടെയും മുരുകന്റെയും അമ്മ. എന്താ ടീച്ചർ, ഒന്ന് പോയാലോ നമുക്ക്? ടീച്ചർക്ക് എന്തോ മനസ്സിന് നല്ല പ്രയാസമുള്ളത് പോലെ. കഴിഞ്ഞതെല്ലാം മറക്കണം ടീച്ചർ. മോൾ എന്നോട് മറക്കാൻ പറഞ്ഞത് എത്ര നിസ്സാരമായിട്ടാ. എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല മോളെ. ടീച്ചർ, എനിക്ക് മനസ്സിലാവും ടീച്ചറുടെ ദുഃഖം. അതറിയാഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞത്. ഒറ്റയ്ക്കിരുന്ന് ഓരോന്നിങ്ങനെ ആലോചിച്ച് കൂട്ടുമ്പോ മനസ്സിന്റെ പ്രയാസങ്ങൾ കൂടുതലേ ചെയ്യൂ. പഴയതുപോലെ നൃത്തത്തിലേക്ക്, ഐ മീൻ ഒരു ഡാൻസ് സ്കൂളിനെ പറ്റി ആലോചിച്ചൂടെ ടീച്ചർക്ക്? ആ ക്ലാസ്സും കുട്ടികളും എല്ലാം കൂടി ആവുമ്പോ മനസ്സിന് റിലീഫ് ആവില്ലേ? ഇല്ല കുട്ടി, ഒന്നിനും എന്റെ മനസ്സിന് ആശ്വാസം തരാൻ കഴിയില്ല. എന്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടുന്നതുവരെ ഒന്നിനും. ജീവിച്ചിരിക്കുന്നോ അതോ? ടീച്ചറെ ഞാൻ വിഷമിപ്പിച്ചോ? ആശ്വസിപ്പിക്കാൻ തുടങ്ങിയ ഞാൻ ഓരോ നിമിഷത്തിലും എന്നെ വേട്ടയാടുന്ന ഈ ഹൃദയം നുറുങ്ങുന്ന വേദനയ്ക്കിടയിലും ഞാനിങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും കയറിയിറങ്ങി ഈശ്വരന്മാരോട് ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. എന്റെ മോനെ മരിക്കുന്നതിന് മുമ്പ് എനിക്കൊന്ന് കാണിച്ചു തരണേന്ന്. എവിടെ, എങ്ങനെയാണ്, ഉണ്ടോ, ഉറങ്ങിയോ? എനിക്കതറിയില്ല എന്റെ ഈശ്വരന്മാരെ. മോക്കറിയില്ലല്ലോ, ഒന്നും അറിയാതെയല്ലേ എന്റെ മോനെ പോലീസ് പിടിച്ചോണ്ട് പോയത്? ഒന്നും അറിയാതെയോ? ഇല്ല, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അറിഞ്ഞുകൊണ്ട് പോലും ഒരു തെറ്റും ചെയ്യാൻ എന്റെ ശിവന് കഴിയില്ല. ആടാനും പാടാനും കൊതിച്ച് അവസാനം എന്റെ മോൻ ഇരുമ്പഴിക്കുള്ളിലായപ്പോഴും ഈ അമ്മയ്ക്ക് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ.